ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഹജ്ജ് മാസമല്ലേ, ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ ദിവസം നോമ്പ് നോക്കിയാൽ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനും നോമ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തേക്കുള്ള റെസിപ്പികളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടതിൽ പൊറോട്ടയെ തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വൈറലായിട്ടുള്ള പൊറോട്ടയും കൂടിയും പിന്നെ സിൽക്കി രേഷ്മി കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ച് ചിക്കൻ വന്നപ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തിയുടെ മസാലയാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ തോന്നി മന്തി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ നല്ലോണം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു തോർത്തി എടുത്തതാണ്. എന്നിട്ട് കട്ടാക്കിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയത് കാരണം ഒരുപാട് ഇഞ്ചി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ അത് എന്തായാലും കേടായി പോകുമല്ലോ. അതുകൊണ്ട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമല്ല. അങ്ങനെ ഇത് ആദ്യം തന്നെ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇവിടെ നല്ല പേസ്റ്റായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന് കേടാവാതിരുന്നാൽ മതി. ഞാനിത് ആദ്യമായിട്ടാണ് ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ ഒരു ടിന്നിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നതാണ്. ഇത് ഉണ്ടാക്കിയാൽ ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നും. നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ആവശ്യമല്ലോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ഇതാ മസാല എന്തായാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മന്തി ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് പൊടിച്ച് വെക്കട്ടെ. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി പൊടിയാവാൻ ബാക്കിയുണ്ട്. അതും കൂടി പൊടിച്ചിട്ട് ഒരു ടിന്നിലാക്കി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡാക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈര് ആഡാക്കുന്നുണ്ട്. തൈര് മസ്റ്റാട്ടോ ഈ സിൽക്കി രേഷ്മി കറിക്ക്. എന്നിട്ട് ഇത് 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടി ആഡാക്കുന്നുണ്ട്. ഇതൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആഡാക്കേണ്ടതാണ്, പിന്നെ ആഡാക്കേണ്ടതല്ല. ഫ്രഷ് ക്രീം പിന്നെ ആഡാക്കാം, പക്ഷേ മാരിനേറ്റ് ആക്കുമ്പോഴും ആഡാക്കേണ്ടത് നിർബന്ധമായിട്ടോ. എന്നാൽ ആ ഒരു ടേസ്റ്റും ആ ടെക്സ്ചറും കിട്ടുള്ളൂ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ, പക്ഷേ ഇത് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്തത്. അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഒരു മിനിമം എങ്കിലും 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ പോവാം താഴെ തട്ടിൽ. ഇനി ഇതാ ഇപ്പോൾ പൊറോട്ട തോൽപ്പിക്കുന്ന പൊറോട്ട എന്ന് പറഞ്ഞിട്ട് കുറേ വൈറലായ ഒരു റൊട്ടിയില്ല, ആ റൊട്ടി കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറ് വെച്ചിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആർക്കും ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ധൈര്യത്തോട് പോയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് ചോറ് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ 3.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കുഴച്ച് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് കവറാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് ബൗൾസ് ആക്കി വെച്ചിട്ട് വീണ്ടും അടച്ച് വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു ഉണങ്ങിപ്പോയ പോലെ അതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കവറാക്കി വെച്ച് കൊടുക്കണം നിങ്ങൾ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാനല്ലേ സ്ക്വയർ കട്ടില്ല പരത്തി എടുത്തിട്ടുള്ളത്. ആദ്യം ഒന്ന് റൗണ്ട് ആക്കിയിട്ടില്ലേ, അതിൻ്റെ മുകളിൽ നിറച്ചു ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൈദ തൂക്കിയിട്ടിട്ടില്ലേ, വീണ്ടും 4ആയിട്ട് മടക്കിയിട്ട് ഓയിൽ തടവിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മൈദ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് പരത്തിയെടുത്തത്. നല്ല സ്ക്വയർ ആയിട്ടാണ് അവസാനം പരത്താൻ കിട്ടുന്നത്. അങ്ങനെ എണ്ണ തൂക്കിയിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടുന്നത്. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കാണുന്നില്ല നിങ്ങൾക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടോ. അപ്പോൾ ഈ സിൽക്കി രേഷ്മി കറിക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഇത് നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എനിക്കിത് കാണിച്ച് തരാം. ഇതിപ്പോൾ തൊടാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ചൂടുണ്ട്. ഇത് കാണുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്, നല്ല ലെയറും കൂടിയുണ്ട്. അടിപൊളി അപ്പം കേട്ടോ. പൊറോട്ടേനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത്. പൊറോട്ടേനെ തോൽപ്പിക്കുന്നതല്ല, പൊറോട്ടേനേക്കാളും നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്.
എന്തായാലും ധൈര്യത്തോടെ ആർക്കാണെങ്കിലും ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ട്രൈ ആക്കാം. ചോറ് ഇടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ഒരു ലബ്ബർ ടൈപ്പ് ഒരു ടൈറ്റ് ആയിട്ട് ഉണ്ടാവും. എന്തായാലും മൈദയുടെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ചോറാകുമ്പോൾ ഇല്ലേ, ചോറാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എണ്ണ തടവിട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ, ആ ഒരു ലബ്ബർ ടൈപ്പ് നമുക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതാണ് കേട്ടോ ഇതിലുള്ള ഡിഫറൻസ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇങ്ങനെ എണ്ണയൊക്കെ തടവിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് അവസാനത്തത് ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടില്ല. അതെങ്ങനെ കഴിക്കുന്നതെന്നിട്ട് തോന്നണമല്ലോ, നമുക്കറിയാമല്ലോ. അത് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എണ്ണ തടവാതിരുന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടില്ല. അപ്പോൾ എണ്ണ തടവിയിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം, എണ്ണ തടവാതെയും ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിൽക്കി രേഷ്മി കറി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഒരു 10-20 കാഷ്യൂനട്ടും പിന്നെ കറുവാപ്പട്ട, പിന്നെ ആ ഒരു സ്റ്റാർ കൊത്ത്, പിന്നെ അതിൻ്റെ ബേ ലീവ്സ് അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല റോസ്റ്റ് ആക്കിയിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടായ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെയല്ലേ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ല നമ്മുടെ ചിക്കനില്ലേ, അതും കൂടി അടക്കാം. ഇതൊന്ന് ചൂടായാൽ മതി, തിളക്കണ്ട. അപ്പോൾ ഇപ്പം ഞാനിതൊരു 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാരിനേറ്റ് ആക്കി വെച്ചാലല്ലേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാറ്, നല്ലൊരു ജ്യൂസി ടൈപ്പ് ഉണ്ടാവാറ്. ഇന്ന് ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾ, നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് വെള്ളമില്ലേ, നിങ്ങൾ ആവശ്യം പോലെ ഒഴിച്ച് കൊടുത്താൽ മതി. വീട്ടിൽ കുറേ പേരുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറേ പേര് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്, വെള്ളം ഒഴിച്ച് കൊടുത്താലും ടേസ്റ്റാണ്, വെള്ളം ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ചാറ് കുറച്ച് അധികം വേണം, ഗ്രേവി കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് കുറച്ച് വറ്റിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ചിക്കനൊക്കെ കുക്കാവാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇത് വറ്റിയപ്പോൾ നല്ല ടേസ്റ്റാവും, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇത് ഈ സമയത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കസൂരി മേത്തി, ഫ്രഷ് ക്രീം ഇതൊക്കെ ആഡാക്കാം. ഞാനിപ്പോൾ വെറും മല്ലിയില ആഡാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.